PSCക്ക് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും റൂമിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓരോ PSCക്ക് തയ്യാറെടുക്കുമ്പോഴും നമുക്ക് പല പല പ്ലാനിങ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ പാതി വഴിയിലൊക്കെ വെച്ചിട്ട് നമ്മളത് മറന്നുപോകും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം മടി പിടിക്കും. അതൊക്കെ മാറി ആ ഒരു പരീക്ഷയുടെ ആ ദിവസം വരെ എനർജറ്റിക്കായിട്ട് പഠിക്കാനുള്ള ആ ഒരു കാര്യമാണ് നമ്മുടെ റൂമിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വലിച്ചു നീട്ടാതെ പറയാം, നമ്മളുടെ മുറിയിൽ വേണ്ട അത്യാവശ്യ കാര്യം കലണ്ടറാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന കലണ്ടർ നമുക്ക് ഉപദേശം തരും. ഒരു നല്ല കലണ്ടർ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ദിവസങ്ങൾ നമ്മൾ എണ്ണി നോക്കും. പരീക്ഷയുടെ ഡേറ്റ് തൊട്ട്, അതായത് ഇന്ന് തൊട്ട് പരീക്ഷയുടെ ഡേറ്റ് വരെ എത്ര ദിവസമുണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കും. പല രീതിയിൽ നമുക്ക് കലണ്ടർ ഉപയോഗിക്കാം. ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും. 60 ദിവസമേ ഉള്ളൂ, 90 ദിവസമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വീണ്ടും 90 ദിവസത്തിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞു, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ. ആ ഒരു ചെറിയ ടെൻഷൻ വരുമ്പോൾ നമ്മൾ സമയം പാഴാക്കാതെ പഠിക്കാൻ പരമാവധി ശ്രമിക്കും. ഈ കലണ്ടർ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാം. കലണ്ടറിൽ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എഴുതി വെച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു പോകാം. നിങ്ങൾ പഠിക്കില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ കലണ്ടർ എഴുതി വൃത്തികേടാക്കരുത്. പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്ക് കലണ്ടറിൽ എഴുതി വയ്ക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3 മാസത്തേക്കുള്ള കലണ്ടറൊന്നും ഒരുമിച്ച് മാർക്ക് ചെയ്ത് വെക്കരുത്. ഓരോ ആഴ്ചയിലും പഠിക്കാനുള്ള ടോപ്പിക്സ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരാഴ്ച എന്തൊക്കെ പഠിക്കണമെന്ന് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ ഓരോ വിഷയങ്ങളും ഏതൊക്കെ മാസം കൊണ്ട് തീർക്കണം, 15 ദിവസം കൊണ്ട് ഇന്ന വിഷയം, 15 ദിവസം കൊണ്ട് അടുത്ത വിഷയം, ആ രീതിയിലൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് വേണം നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ഈ ഒരു കലണ്ടറിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് വേറൊരു കലണ്ടറും കൂടെ നിങ്ങൾ തൂക്കുക. അത് നിങ്ങൾ കൈകൊണ്ട് തന്നെ എഴുതിയ ആ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിലും പഠിക്കേണ്ട സമയം, ടോപ്പിക്ക് ഇതെല്ലാം എഴുതി ഒരു ടൈം ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ട് ഈ കലണ്ടറിൻ്റെ അടുത്ത് ഒരു പഠന കലണ്ടറായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. കലണ്ടർ റൂമിൽ വെച്ചാൽ മാത്രം പോരാ, എന്നും രാവിലെയും വൈകുന്നേരവും കലണ്ടറിൽ നോക്കുന്നതും ഒന്ന് അനലൈസ് ചെയ്യുന്നതൊക്കെ ശീലമാക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വേസ്റ്റാക്കി, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ പ്രയോജനപ്പെടുത്തി, എത്ര മണിക്കൂർ ഇന്ന് പഠിക്കാൻ കഴിഞ്ഞു, നാളെ എത്ര മണിക്കൂർ പഠിക്കാൻ കഴിയും, ഇനി എത്ര ദിവസം നമ്മുടെ മുൻപിലുണ്ടെന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ പഠിക്കും. അവസാനം പരീക്ഷ എടുക്കുകയും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെ കലണ്ടർ നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു പരീക്ഷാ കലണ്ടറും ഒരു സ്റ്റഡി കലണ്ടറും ഒരു ഒറിജിനൽ കലണ്ടറും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക്